ശ്രീ എ സജീവൻ, ഇത് ഈ ഇത്തരത്തിൽ ഇങ്ങനെ പ്രതീകാത്മകമായ സമരങ്ങളിലൊന്നും നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കാണാവുന്നതല്ല. കാരണം കമ്പനിയുടെ കളി ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ ഈ ജാഫർകുട്ടി ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് കിട്ടിയ ഫീഡാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൂടി കാണുമ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് പ്രതീകാത്മകമായി നിന്നാൽ പോരാ, വലിയ ഫൈറ്റ് ആവശ്യമായി വരും. ശ്രീ എ സജീവൻ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ജാഫർകുട്ടിയുടെ ഈ പരാമർശങ്ങളുണ്ടല്ലോ, അതായത് ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ പാലക്കാട് ഡിവിഷനെ മുറിച്ചു മാറ്റുന്നതിന് മുന്നോടിയായി ചെയ്ത കാര്യങ്ങൾ, ആ മുന്നോടിയായി ചെയ്ത കാര്യങ്ങൾ ഷൊർണൂരിലുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇവിടെ നിന്ന് പരമാവധി കാര്യങ്ങൾ മാറ്റിയതിന് ശേഷമാണ് ഈ മുറിച്ചു മാറ്റൽ കൂടി നടത്തുന്നത്. അപ്പൊ ഇത് വളരെ മുമ്പേ തന്നെ ബോധപൂർവം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു സംഭവത്തോട് വളരെ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട്, വളരെ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കുന്ന ഈ ഒരു കാര്യത്തെ എതിർക്കണമെങ്കിൽ അവിടെ പ്രതീകാത്മകം പോരാ എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ്സുകാരുള്ള വിരോധം കൊണ്ടല്ല, അവരിവിടെ നടത്തുന്ന ധർണ, ആ ധർണയുടെ വിവരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മനസ്സ് മാറില്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്നോട് റംഷാദ് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞില്ല എന്ന്. ഇടതുപക്ഷ എം പിമാരുടെ കാര്യത്തിൽ ബ്രിട്ടാസൊക്കെ പറഞ്ഞ കാര്യം ശരിയാണ്. എല്ലാവരും ചേർന്ന് ഇവിടെ ഞങ്ങളും നിങ്ങളും എന്നുള്ള വ്യത്യാസത്തോട് കൂടിയിട്ട് മത്സരിക്കുകയല്ല. കർണാടകയിൽ അങ്ങനെ നിന്നു, പക്ഷേ കേരളത്തിൽ അങ്ങനെ നിൽക്കുന്നില്ല അല്ലേ? അതെ, അതാണ് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിന് എന്തുകൊണ്ട് കാര്യങ്ങൾ നേടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നില്ല. നമ്മളിപ്പോ ഈ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം പോരാടുന്ന രീതിയിൽ നിങ്ങളും ഞങ്ങളും എന്ന് പറഞ്ഞ് പോരാടുന്നു. അപ്പുറത്ത് പണ്ട് ആട്ടിൻകുട്ടികളുടെ മുട്ടനാടുകളുടെ ഏറ്റുമുട്ടലിൽ നിന്ന കുറുക്കനെ പോലെ ചോര കുടിക്കാൻ അപ്പുറത്ത് വേറെ ആൾ നിൽക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ഈ പരസ്പരമുള്ള പോരാട്ടമല്ല വേണ്ടത്, അവിടെ ശക്തമായ പ്രക്ഷോഭം തന്നെയാണ്. ഈ തിരുവോണ ദിവസം അറസ്റ്റ് വരിക്കാനൊക്കെ ഈ എം പിമാർ തയ്യാറാവുന്ന, അവരോടൊപ്പം പോകാൻ കേരളത്തിലെ ജനങ്ങൾ കൂടി ഉണ്ടായാൽ അത്രയും നല്ലതാണ്. കാരണം അതില്ലെങ്കിൽ ഈ നടപ്പാക്കുന്ന കാര്യത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടായാലും നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയുമോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. അത് പക്ഷെ പിന്തിരിപ്പിക്കണമെങ്കിൽ CJPയുടെ സമരം പോലെ അത് കേന്ദ്ര സർക്കാരിനെ മുട്ടുമടക്കിക്കണമെങ്കിൽ ഒരുമിച്ചുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തുടക്കം മുതൽ തന്നെ വേണം. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഇത് യാഥാർത്ഥ്യമായിട്ട് തീരും. പിന്നീട് ഒരു ഘട്ടത്തിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതല്ല, കോൺഗ്രസ് MP മാരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് വേണ്ടത് നമുക്ക് പലപ്പോഴും കേരളത്തിന് നഷ്ടം സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരുമയോട് കൂടിയിട്ട് പ്രതികരിക്കേണ്ടടുത്ത് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളുടെ നമുക്കറിയാം. തീർച്ചയായും.